നമസ്കാരം. കേരള വിഷൻ ഇടുക്കിനെറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. കെജിസ് ജ്വല്ലറി, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. കെജിസ് ജ്വല്ലറി സെലിബ്രേറ്റ് 66 years of service. കേരള ഹൗസിംഗ് ബോർഡ് കട്ടപ്പനയിൽ നിർമ്മിക്കുന്ന വനിതാ ഹോസ്റ്റലിന്റെ നിർമ്മാണം ഇടഞ്ഞു നീങ്ങുന്നു. പണികൾ ആരംഭിച്ചിട്ട് 3 വർഷം പിന്നിട്ടെങ്കിലും എങ്ങും എത്തിയിട്ടില്ല. കരാറുകാരൻ മുക്കാൽ പങ്കും പണം പിൻവലിച്ചതായും ആരോപണം. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് ജോയ്സ് ജോർജ് MP. ഇത് സംബന്ധിച്ച നിർദ്ദേശം കരാറുകാരന് നൽകി. 15 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും MP. ഇടുക്കി ജില്ലയിലെ CPIM CPI നേതാക്കൾ തമ്മിലുള്ള വാക്പോര് തുടരുന്നു. മണ്ടത്തരത്തിന് അവാർഡുണ്ടെങ്കിൽ അത് MM മണിക്ക് ലഭിക്കുമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ. താൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന് MM മണി MLA. ജനങ്ങൾക്ക് റേഷൻ നിഷേധിക്കുന്ന സർക്കാർ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് RSPയുടെ നേതൃത്വത്തിൽ പീരുമേട് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ തർക്കത്തെ തുടർന്നാണ് ഭക്ഷ്യസുരക്ഷാ സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയാത്തതെന്നും RSP. വിശദമായ വാർത്തകളിലേക്ക്. കേരള ഹൗസിംഗ് ബോർഡ് കട്ടപ്പനയിൽ പണികഴിപ്പിക്കുന്ന വനിതാ ഹോസ്റ്റലിൻ്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. 3 വർഷം മുൻപാണ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 2013 മെയ് മാസത്തിൽ നിർമ്മാണം ആരംഭിച്ച കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഫണ്ടിൽ നിന്ന് കരാറുകാരൻ മുക്കാൽ പങ്കും തുകയും കൈപ്പറ്റിയതായാണ് ആരോപണം. സർക്കാർ ജീവനക്കാരടക്കമുള്ള വനിതകൾക്ക് സുരക്ഷിതരായി താമസിക്കാൻ പണി കഴിപ്പിക്കുന്നതാണ് കട്ടപ്പന ബൈപ്പാസ് റോഡിലുള്ള വനിതാ ഹോസ്റ്റൽ. എന്നാൽ 2013 ആരംഭിച്ച വനിതാ ഹോസ്റ്റലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 3 വർഷം പിന്നിടുമ്പോഴും ഇഴഞ്ഞു തന്നെയാണ് നീങ്ങുന്നത്. ഹോസ്റ്റലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിന്റെ കീഴിലാണ് ആരംഭിച്ചത്. കൊല്ലം സ്വദേശി ചാരുവിളിയിൽ C സജീവ് എന്ന കരാറുകാരനുമായി 2013 മെയ് മാസത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ഹൗസിംഗ് ബോർഡ് കരാറിലേർപ്പെട്ടത്. 3,64,45,399 രൂപയാണ് എസ്റ്റിമേറ്റ് തുക. എന്നാൽ ഇതിനോടകം തന്നെ 6 ബില്ലുകളിലായി കരാറുകാരൻ കൈപ്പറ്റിയത് 2,82,56,896 രൂപയാണ്. കരാർ കാലാവധി പിന്നിട്ടപ്പോഴും 3 നിലകളിലുള്ള കെട്ടിടം പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. 3,64,00,000 രൂപയിലേറെ ബഡ്ജറ്റുള്ള ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ 80% വരുന്ന തുക പല തവണയായിട്ട് ഇതിൻ്റെ കോൺട്രാക്ടർ ബില്ല് മാറി എടുത്തിട്ടുണ്ട്. എന്നിട്ടും ഇതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. 125ഓളം വനിതകൾക്ക് എല്ലാവിധ രീതിയിലുമുള്ള താമസ സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ട ഹോസ്റ്റലാണിത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ നിർമ്മാണ ചുമതല വഹിക്കുന്ന ഹൗസിംഗ് ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും ഇതിൻ്റെ കോൺട്രാക്ടറും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഇതിൻ്റെ ബില്ലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തികച്ചും അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു അനാസ്ഥ കൊണ്ടാണ് ഈ ഹോസ്റ്റലിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഹൗസിംഗ് ബോർഡിന്റെ ഇടുക്കി ഡിവിഷൻ കട്ടപ്പന ഓഫീസിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്കാണ് ഹോസ്റ്റലിന്റെ നിർമ്മാണ ചുമതല. ഉദ്യോഗസ്ഥരുടെ ഉദാസീനതയും കരാറുകാരനോടുള്ള അനുകമ്പയുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങാൻ കാരണമായി ഏവരും ചൂണ്ടിക്കാണിക്കുന്നത്. 125 വനിതകൾക്ക് താമസിക്കാൻ അനുയോജ്യമായ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയതും 3 കിടക്കകളോടുകൂടിയ മുറികളും ഡോർമിറ്ററിയുമാണ് ഹോസ്റ്റലിൽ പണി കഴിപ്പിക്കുന്നത്. താമസ സൗകര്യങ്ങൾ പരിമിതമായ കട്ടപ്പനയിൽ അമിത വാടക നൽകിയാൽ പോലും താമസിക്കാൻ മുറി കിട്ടാത്തത് അന്യജില്ലകളിൽ നിന്നുമെത്തി ജോലി ചെയ്യുന്ന വനിതാ ജീവനക്കാരെ വർഷങ്ങളായി വലയ്ക്കുന്ന ഒരു മുഖ്യ പ്രശ്നവുമാണ്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ MPയുടെ ഇടപെടൽ. ഇത് സംബന്ധിച്ച് കരാറുകാർക്ക് നിർദ്ദേശം നൽകിയതായി MP അറിയിച്ചു. മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ നിർമ്മാണം 2 ആഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കുമെന്നും ജോയ്സ് ജോർജ് വ്യക്തമാക്കി. മെഡിക്കൽ കോളേജ് അക്കാദമിക് ബ്ലോക്കിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകിയതായി MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് പറഞ്ഞു. അക്കാദമിക് ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിർമ്മാണത്തിന് എല്ലാ സഹായവും ലഭിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്നും നബാർഡ് വഴിയായി ലഭിച്ച 48.5 കോടി രൂപയും സംസ്ഥാന വിഹിതവും ചേർത്ത് 60.76 കോടി ഹോസ്പിറ്റൽ ബിൽഡിംഗിനായി അനുവദിച്ചു കഴിഞ്ഞു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്നും MP പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന ഈ നിർമ്മാണത്തിൻ്റെ ഒരു വേഗതയിൽ നമുക്കൊരു രീതിയിലും തൃപ്തിയില്ല. അപ്പോൾ ഇത് കൂടുതൽ മിഷനറി മറ്റു കാര്യങ്ങളും വെച്ചിട്ട് എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 15-ാം തീയതി വീണ്ടും നമ്മളിവിടെ ഈ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടി സ്ഥലം സന്ദർശിക്കുമ്പോൾ ഇതായിരിക്കരുത് സ്ഥിതി എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.
കാരണം ഈ പ്രാവശ്യം നമ്മൾ മെഡിക്കൽ കോളേജ് സമയബന്ധിതമായി ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൻ്റെ 1.5 വർഷമായിട്ട് നമുക്ക് നിർമ്മാണം തുടങ്ങാൻ പറ്റാതിരുന്നതാണ് ഹോസ്പിറ്റൽ ബിൽഡിംഗ്. ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൻ്റെ ടെൻഡർ കമ്മിറ്റി കൂടി കരാർ ഉറപ്പിച്ച് കരാറുകാരന് അത് നിർമ്മാണ പ്രവർത്തനം ചുമതലയേൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കും. 15 മാസത്തിനുള്ളിൽ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നും MP കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജില്ലയിലെ CPIM CPI നേതാക്കൾ തമ്മിൽ രൂക്ഷമായ വാക്പോര്. MM മണിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPI രംഗത്തെത്തി. മണ്ടത്തരത്തിന് ഒരു അവാർഡുണ്ടെങ്കിൽ അത് MM മണിക്ക് തന്നെ ലഭിക്കുമെന്ന് KK ശിവരാമൻ. വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുവാനുള്ള ലൈസൻസ് മണിക്ക് നൽകിയിട്ടുണ്ടോ എന്നത് CPIM നേതൃത്വം വ്യക്തമാക്കണമെന്നും KK ശിവരാമൻ ആവശ്യപ്പെട്ടു. E ചന്ദ്രശേഖരനും VS സുനിൽകുമാറിനുമെതിരെയുള്ള പരാമർശങ്ങൾ LDF-നോട് വിരോധമുള്ളവർക്ക് മാത്രമേ പറയാൻ കഴിയൂ. വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുവാനുള്ള ലൈസൻസ് മണിക്ക് നൽകിയിട്ടുണ്ടോ എന്നത് CPM നേതൃത്വം വ്യക്തമാക്കണമെന്നും KK ശിവരാമൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് കാർഷിക പരിഷ്കരണം നടപ്പിലാക്കുന്നതിന് നേതൃത്വം നൽകിയ പാർട്ടിയാണ് CPI. ഇടുക്കി ജില്ലയിൽ കൃഷിക്കാർക്ക് പട്ടയം നൽകുന്നതിന് തുടക്കം കുറിച്ചതും 10,000-കണക്കിന് ആളുകൾക്ക് പട്ടയം നൽകിയതും CPIയുടെ മന്ത്രിയായിരുന്ന KT ജേക്കബ് ആണെന്നും അദ്ദേഹം പറഞ്ഞു. സംസാരത്തിലോ ഭാഷയ്ക്കോ നിയന്ത്രണങ്ങളില്ലാത്ത വ്യക്തിയാണ് MM മണി. മന്ത്രിസഭയിലെ 2 മന്ത്രിമാരെ കുറിച്ച് MM മണി നടത്തിയിരിക്കുന്ന പരാമർശം ഇടതുമുന്നണിയെയും സർക്കാരിനെയും ബാധിക്കുന്നതാണ്. മന്ത്രിമാരെ കുറിച്ച് ആക്ഷേപമുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയെയോ മുതിർന്ന നേതാക്കന്മാരെയോ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിന് വിരുദ്ധമായി MM മണി കുറച്ചു കാലങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിലുള്ള പരാമർശങ്ങളല്ല MM മണിയുടേതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന കാര്യത്തിൽ അതിനൊരു അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അവാർഡിന് അർഹതയുള്ള 2 പേരുള്ളത് CPM-ലാണ്, MM മണിയും EP ജയരാജനും. അത് അദ്ദേഹത്തിന് ബോധ്യമില്ലെങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങൾക്കാകെയും ബോധ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിമാരെ മറ്റു മന്ത്രിമാരെ അദ്ദേഹം മണ്ടത്തരം പറയുന്ന മന്ത്രിയെന്ന് വിശേഷിപ്പിക്കുന്നത് വാസ്തവത്തിൽ വളരെ പരിഹാസ്യമാണ്. ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്ന ഇടതു സർക്കാരാണ് ഇത്. ഇത്തരം കാര്യങ്ങൾ റവന്യൂ മന്ത്രി എന്ന നിലയിൽ E ചന്ദ്രശേഖരന്റെ വ്യക്തിപരമായ തീരുമാനങ്ങളല്ലെന്നും ഇടതുമുന്നണിയുടെ തീരുമാനങ്ങളാണ് നടപ്പിലാക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് മനസ്സിലാക്കാതെ MM മണി സംസാരിക്കുന്നത് കയ്യേറ്റ മാഫിയയ്ക്കും പാറ ക്വാറി ഉടമകൾക്കും മാത്രമേ ഉപകരിക്കൂ. കയ്യേറ്റക്കാരെയും ക്വാറി മാഫികളെയും വേർതിരിച്ചു കാണുന്ന സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് എന്നും അത്തരം സമീപനം MM മണി സ്വീകരിക്കണമെന്നും KK ശിവരാമൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. അതേസമയം രാജാക്കാട്ടെ കർഷക സംഘ സമ്മേളനത്തിൽ താൻ പറഞ്ഞത് തെറ്റല്ലെന്ന് MM മണി MLA. CPI മന്ത്രിമാർക്കെതിരെ താൻ പറഞ്ഞത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ തനിക്കെതിരെ CPI ജില്ലാ സെക്രട്ടറി മറുപടി പറയുകയാണെന്നും MM മണി പ്രതികരിച്ചു. ഞാൻ ഇന്നലെ കർഷക സംഘത്തിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം കൂടെ വെച്ച് കെട്ടി ഇപ്പോ എന്റെ ബഹുമാനായ KK ശിവരാമൻ എനിക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് കേട്ടത്. ഞാനൊന്നും കേട്ടില്ല. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ കാർഷിക പ്രശ്നം വേണ്ട നിലയില് അറിയാൻ മേല, ഇനി അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതെന്താ വലിയ അബദ്ധമാണോ? അതല്ല, ഞാൻ ഇതിനെ പറ്റി കൂടുതൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ വേറൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. LDF-ന്റെ ജില്ലാ കമ്മിറ്റിക്ക് ഇവിടുത്തെ ഭൂപ്രശ്നത്തെ യോജിപ്പാണെന്ന് പറഞ്ഞു ഞാൻ. അതില്ലല്ലോ. ഉണ്ടോ? അത് ചാനലില്ല. ഇതേ ചാനലുകാരിപ്പം തോട്ടിയും കൊണ്ട് നിൽക്കുകയല്ലേ ഇവിടെ. അത് ചാനലില്ല. ഉണ്ടോ? LDF-ന്റെ നേതാക്കന്മാർ, സംസ്ഥാനത്ത് LDF-ന്റെ നേതാക്കന്മാർക്ക് യോജിപ്പാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ CPI-യുടെ നേതാക്കന്മാർക്ക് യോജിപ്പാണ്. അത് ഞാൻ പറഞ്ഞു. അതൊന്നുമില്ല. അപ്പം എന്തെങ്കിലും ഒരെണ്ണം അലത്തി അങ്ങ് കൊടുക്കുക. വളിക്ക് വിളി കേൾക്കുന്ന പോലെ എന്തേലും കേട്ടു എന്ന് കേട്ടോട്ടെ അന്നേരം തന്നെ. എനിക്കതിനോടൊന്നും യോജിപ്പില്ല. ഞാൻ പറഞ്ഞത് തന്നെയാണ്. കാസർഗോഡുള്ള മന്ത്രിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ വ്യക്തമായി അറിയില്ല. അത് പഠിപ്പിക്കണം എന്നാണ് താൻ പറഞ്ഞത്. ജില്ലയിലെ LDF നേതൃത്വം ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചിരുന്നിട്ടും അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചില കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണ്. വക്കീലന്മാരായുള്ള പ്രശ്നങ്ങളിലടക്കം മാധ്യമപ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത്. താൻ പറഞ്ഞ കാര്യങ്ങൾ ഇല്ല എന്ന് പറയുവാൻ തയ്യാറല്ല എന്നും MM മണി MLA കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. ജില്ലയിലെ മുതിർന്ന CPM CPI നേതാക്കളുടെ വാക്പോര് ഇരു പാർട്ടികളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്. ജില്ലയിലെ പട്ടയ ഭൂപ്രശ്നങ്ങൾ CPIM-ന്റെ നേതാക്കൾ തുടർച്ചയായി ഉന്നയിക്കുന്നതാണ് CPI-യെ ചൊടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ MM മണിയുടെ പ്രസ്താവനകൾക്കെതിരെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും രംഗത്തെത്തി. ഇടുക്കി ജില്ലയിലെ പട്ടയ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് CPIM CPI ബന്ധം ജില്ലയിൽ കൂടുതൽ വഷളാകുന്നതായാണ്
അടുത്ത ദിവസങ്ങളിലെ നേതാക്കളുടെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത്. CPI മന്ത്രിമാർക്കെതിരെ MM മണി MLAയുടെ കടുത്ത വിമർശനം കൂടിയായപ്പോൾ അകൽച്ചയുടെ ആഴം കൂടുകയാണ്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ CPMന്റെ നിലപാടുകൾക്കെതിരെ CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമനും ശിവരാമന്റെ വാദങ്ങൾക്കെതിരെ CPM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രനും നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഇതോടെ ഇരു പാർട്ടികൾക്കുമിടയിൽ ഉടലെടുത്ത ഭിന്നത MM മണിയുടെ വിവാദ പരാമർശങ്ങളോടെ മൂർച്ഛിക്കുന്നതായാണ് സൂചനകൾ. ഭൂപ്രശ്നങ്ങളിൽ ഉദ്യോഗസ്ഥർ കടുംപിടുത്തം തുടർന്നാൽ ജനം കായികമായി നേരിടുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ നേരത്തെ പ്രസ്താവിച്ചിരുന്നു. CPIയുടെ റവന്യൂ മന്ത്രിക്ക് ഇടുക്കിയിലെ ഭൂവിഷയങ്ങളിൽ കാര്യമായ അറിവില്ലെന്നായിരുന്നു രാജാക്കാട്ട് മണിയുടെ ആക്ഷേപം. പാർട്ടി ഭരിക്കുന്നതെന്ന് കരുതി ജനങ്ങളുടെ ആവശ്യം ഉന്നയിച്ച് സമരം നടത്താൻ പാടില്ലെന്നുണ്ടോ എന്ന് ജയചന്ദ്രൻ ചോദിച്ചിരുന്നു. ഇതിനെതിരെയാണ് CPI ജില്ലാ നേതൃത്വം പരസ്യമായി രംഗത്തെത്തിയത്. മന്ത്രിമാരെ അപഹസിച്ചും വെല്ലുവിളിച്ചുമല്ല പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതെന്നും വെടക്കാക്കി തനിക്കാകുന്ന സമീപനത്തോട് CPIക്ക് യോജിപ്പില്ലെന്നുമായിരുന്നു CPI ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. മന്ത്രിമാർ ചുമതലയേറ്റിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂവെന്നും വിഷയങ്ങൾ പഠിക്കാൻ സമയം വേണമെന്നറിയാത്തവരല്ല സമരാവേശം കാണിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന് വനംവകുപ്പ് ഏർപ്പെടുത്തിയ വിലക്ക് ഒഴിവാക്കിയതും കൊച്ചി മധുര ദേശീയപാതയുടെ വികസനം തടയുന്നതിൽ നിന്ന് വനംവകുപ്പിനെ പിന്തിരിപ്പിച്ചതും വനമന്ത്രിയുടെ ഇടപെടലുകളാണെന്നും CPI നേതാക്കൾ പറയുന്നു. ഇരു പാർട്ടികളുടെയും നേതാക്കൾ പരസ്യമായി പ്രസ്താവനാ യുദ്ധം ആരംഭിച്ചതോടെ അണികളിലും മുന്നണിയിലും അസ്വാരസ്യം പുകയുന്നുണ്ട്. അതേസമയം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MM മണിക്കെതിരെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും രംഗത്തെത്തി. CPI മന്ത്രിമാരെക്കുറിച്ച് MM മണി പറഞ്ഞ മോശം അഭിപ്രായമല്ല CPMനുള്ളത്. CPMന്റെ പൊതുരാഷ്ട്രീയം അംഗീകരിക്കാത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തോട് എന്ത് നിലപാട് വേണമെന്ന് ആ പാർട്ടിയാണ് പറയേണ്ടതെന്നും കാനം രാജേന്ദ്രൻ പ്രതികരിച്ചു. ജനങ്ങൾക്ക് റേഷൻ നിഷേധിക്കുന്ന സർക്കാർ നയം തിരുത്തണം എന്നാവശ്യപ്പെട്ട് RSP പീരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട് സപ്ലൈ ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും നടത്തി. സപ്ലൈ ഓഫീസിന് സമീപം പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. റേഷൻ സമ്പ്രദായത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവർത്തിക്കുന്ന നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടും തോട്ടം തൊഴിലാളികളെ പൂർണ്ണമായും BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുമാണ് RSP പീരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ബഹുജന ധർണയും നടത്തിയത്. സപ്ലൈ ഓഫീസിന് സമീപം പോലീസ് മാർച്ച് തടഞ്ഞതിനെ തുടർന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് നടന്ന ബഹുജന ധർണ G. ബേബി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരും തമ്മിലുള്ള തർക്കം മൂലം കേരളത്തിൽ ഭക്ഷ്യസുരക്ഷാ സംവിധാനം നടപ്പിലാക്കാത്തതാണ് കേരളത്തിലെ റേഷൻ സമ്പ്രദായത്തിൽ വീഴ്ച വരുവാൻ കാരണമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇവിടെ ഈ റേഷനിങ് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഭക്ഷ്യ സുരക്ഷാ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റും കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഭക്ഷ്യ സുരക്ഷാ നിയമം കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയില്ല. അതിന്റെ പേരിൽ റേഷനിങ് തടസ്സപ്പെട്ടിരിക്കുന്നു. അതിന്റെ നിയമങ്ങൾ നടപ്പിലാക്കിയപ്പോൾ അതിന്റെ അകത്തുണ്ടായിരിക്കുന്ന കുഴപ്പങ്ങളാണ് ഇതിന് റേഷൻ തടസ്സപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ്ങിനെ അട്ടിമറിക്കുന്നത് സാധാരണ ജനങ്ങളുടെ മേൽ വർദ്ധിതമായ വിലക്കയറ്റത്തിന് കാരണമാകും. ഇത് ദാരിദ്ര്യത്തിന് ഇടവരുത്തുമെന്നും RSP നേതാക്കൾ കുറ്റപ്പെടുത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയം അടിയന്തരമായി തിരുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ധർണ സമരത്തിൽ PS ഹരിഹരൻ അധ്യക്ഷനായിരുന്നു. സെബാസ്റ്റ്യൻ വിളക്കുന്നേൽ, മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് PP പ്രകാശ്, മഹിളാ സംഘം സെക്രട്ടറി ശാന്തി ജെയിംസ്, C. വർഗീസ് തുടങ്ങിയവരും സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ. ഇടുക്കി മുളകുവള്ളി തൊട്ടിക്കാനത്ത് 3 മക്കളുടെ അമ്മയും യുവതിയുമായ വീട്ടമ്മ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. പാറയിൽ ഷാജിയുടെ ഭാര്യ രഞ്ജുവാണ് മരിച്ചത്. വീടിൻ്റെ മുറ്റത്തുള്ള വൈദ്യുതി പോസ്റ്റിലെ എർത്ത് കമ്പിയിൽ നിന്നുമാണ് ഇവർക്ക് ഷോക്കേറ്റത്. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. മുത്തോറ്റ് ഫിനാൻസ് തൊഴിലാളികളുടെ സമരം 2 ദിവസങ്ങൾ പിന്നിട്ടു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന സമരം ഒത്തുതീർപ്പാക്കാൻ മാനേജ്മെന്റ് തയ്യാറാകാത്ത സാഹചര്യത്തിൽ സമരം തുടരാനാണ് സാധ്യത. CITUവിൻ്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളികളാണ് പണിമുടക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ എല്ലാ മുത്തൂറ്റ് ഫിനാൻസ് സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ 3-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. സമരം ഇന്ന് 2-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചു. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിലാണ് ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുന്നത്. ജീവനക്കാർ നടത്തുന്ന പണിമുടക്ക് സമരം ഒത്തുതീർക്കാൻ ശ്രമിക്കേണ്ടത് മാനേജ്മെന്റുകളാണ്. എന്നാൽ മാനേജ്മെന്റുകൾ ഇതിന് തയ്യാറാകാത്തത് മൂലമാണ് പണിമുടക്ക് സമരം നീണ്ടുപോകുന്നതെന്ന് DYFI ജില്ലാ പ്രസിഡന്റ് KP സുമോദ് പറഞ്ഞു. ഇതേപോലെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ വളരെയേറെ വിഷമങ്ങൾ അനുഭവിക്കാറുണ്ട്.
മാനേജ്മെൻറ്റിനെ ടാർഗറ്റ് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരെ ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇത്തരം സ്വകാര്യ സ്ഥാപനങ്ങളിൽ എല്ലാം നടക്കുന്നത്. സാധാരണഗതിയിൽ ആ ജീവനക്കാരുടെ മൗലികമായ അവകാശങ്ങൾ പോലും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ തൊഴിലാളികളെമ്പാടും CITUവിൻ്റെ അകത്ത് അംഗങ്ങളായി ചേരുകയാണ് ഉണ്ടായത്. സംസ്ഥാന വ്യാപകമായി ജീവനക്കാർ നടത്തുന്ന അനിശ്ചിതകാല പണിമുടക്ക് മൂലം കട്ടപ്പന നഗരത്തിലെ 2 മുത്തൂറ്റ് ഫിനാൻസ് ശാഖകളും വെള്ളിയാഴ്ചയും അടഞ്ഞുകിടക്കുകയാണ്. ഇതുമൂലം സ്ഥാപനത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന ഇടപാടുകാരും വലയുകയാണ്. ജീവനക്കാർ ഉന്നയിക്കുന്ന 5 ആവശ്യങ്ങൾ പരിഹരിക്കുന്നതുവരെ സമരവുമായി മുമ്പോട്ടു പോകാനാണ് CITUവിൻ്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന പ്രക്ഷോഭയാത്ര അടിമാലിയിൽ സമാപിച്ചു. ജില്ലയിലെ 3 കേന്ദ്രങ്ങളിൽ നിന്നാണ് കാൽനടയാത്ര ആരംഭിച്ചത്. സമാപന സമ്മേളനം ജോയ്സ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. 1977 മുൻപുള്ള എല്ലാ കർഷകർക്കും പട്ടയം ലഭിക്കുന്നതുവരെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ സമരം തുടരുമെന്ന് ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. രാജാക്കാട്, മുരിക്കാശ്ശേരി, ആനച്ചാൽ മേഖലകളിൽ നിന്നും ആയിരക്കണക്കിന് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് അടിമാലിയിലേക്കാണ് കാൽനട പ്രക്ഷോഭയാത്ര നടത്തിയത്. യാത്ര കല്ലാർകുട്ടിയിൽ സംഗമിച്ച് അടിമാലിയിൽ സമാപിച്ചു. ജോയ്സ് ജോർജ് MP മുഖ്യ പ്രഭാഷണം നടത്തി. ഇവർ കരട് വിജ്ഞാപനമിറക്കി. ആ കരട് വിജ്ഞാപനമിറങ്ങുമ്പോൾ അത് കൊണ്ട് മാറില്ല. കാരണം അത് ഈ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ 3-ാം വകുപ്പ് പ്രകാരമുള്ള ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ മാത്രമാണ്, കരട് വിജ്ഞാപനമാണ്. അതിന് എഴുതിയിരിക്കുന്ന കടലാസിന്റെയെങ്കിലും വിലയുണ്ടാകണമെങ്കിൽ അത് അന്തിമ വിജ്ഞാപനമായി പുറപ്പെടുവിക്കണം. അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ച് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നമ്മൾ ഇന്ന് ആവശ്യപ്പെട്ടത്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, വികാരി ജനറൽ ഫാദർ ജെയിംസ് മംഗലശ്ശേരി, മുൻ ദേശീയ കമ്മീഷൻ അംഗം VV അഗസ്റ്റിൻ, മൗലവി റഫീഖ് അൽ കൗസാരി, ഫാദർ തോമസ് ആനിക്കുഴിക്കാട്ടിൽ, KR വിനോദ്, TK മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടെ വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ കൈവശ ഭൂമി വിട്ടുതരുന്ന പ്രശ്നമില്ല എന്ന് ആയിരക്കണക്കിന് കർഷകരെ സാക്ഷി നിർത്തി ഒരിക്കൽ കൂടി അധികാരികളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അർഹതപ്പെട്ട മുഴുവൻ കർഷകർക്കും ഉപാധിരഹിത പട്ടയം നൽകുക, 4 ഏക്കർ വരെ ഉപാധികളില്ലാതെ പട്ടയം നൽകുക, 10ഓളം വില്ലേജിലെ കെട്ടിട നിർമ്മാണ അനുമതി പുനഃസ്ഥാപിക്കുക, വീട് നിർമ്മിക്കാനും കർഷകർ നട്ടുവളർത്തിയ മരങ്ങൾ മുറിക്കാനുമുള്ള അനുമതി നൽകുക, കരിമ്പൻകാനം, തട്ടേക്കണ്ണി മേഖലകളെ കുടിയിറക്ക ഭീഷണിയിൽ നിന്നും ഒഴിവാക്കുക, EFLായി പിടിച്ചെടുത്ത കൃഷിഭൂമി കർഷകർക്ക് തിരികെ നൽകുക, ദേശീയപാതയുടെ അറ്റകുറ്റപ്പണികൾ തടയുന്ന വനം വകുപ്പ് നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ കാൽനട പ്രക്ഷോഭയാത്ര. രാജാക്കാട് നിന്നുള്ള പ്രക്ഷോഭയാത്ര ആദ്യകാല കുടിയേറ്റ കർഷകനായ O ദാമോദരൻ, ജാഥ ക്യാപ്റ്റനായ ഹൈറേഞ്ച് സംരക്ഷണ സമിതി രക്ഷാധികാരി CK മോഹനന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ഹൈറേഞ്ചിലെ കർഷകരുടെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിന്റെ തുടക്കമാണ് ഈ സമരമെന്ന് O ദാമോദരൻ പറഞ്ഞു. ഒരു തീരുമാനം എത്തിച്ചേരുന്നതിന് വേണ്ടി അത് പരിഹരിക്കുന്നതുവരെ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമരത്തിന്റെ പാത സ്വീകരിക്കുന്നതിന്റെ തുടക്കമാണ് ഇന്ന് നാം ഇവിടെ തുടങ്ങുന്ന ഈ യാത്ര എന്ന് ഞാൻ ഈ അവസരം ഓർമ്മിപ്പിക്കുകയാണ്. ഉടുമ്പൻചോല താലൂക്ക് ചെയർമാൻ ഫാദർ ടോമി ആനിക്കുഴിക്കാട്ടിൽ, സെക്രട്ടറി സിജോ കൊച്ചുമുട്ടം, ജിജി മുണ്ടക്കാട്ട്, ടൈറ്റസ് ജേക്കബ്, TG ശശികുമാർ, നോബി ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി കർഷകർ പ്രക്ഷോഭയാത്രയിൽ പങ്കെടുത്തു. 77 മുൻപ് കുടിയേറിയ മുഴുവൻ ആളുകൾക്കും പട്ടയം കൊടുത്തു തീർന്നതിന് ശേഷം മാത്രമേ സമിതിയുടെ സമരം അവസാനിപ്പിച്ച് പിന്നണിയിലേക്ക് മാറുകയുള്ളൂവെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. ആയിരക്കണക്കിന് കർഷകർ പ്രക്ഷോഭയാത്രയിൽ പങ്കാളികളായി. മൂന്നാറിൽ തുടർച്ചയായി നടക്കുന്ന മോഷണക്കേസിലെ പ്രതിയെ കണ്ടെത്താനാവാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. 1 മാസത്തിനുള്ളിൽ 6 വീടുകളിൽ മോഷണം നടത്തിയ മോഷ്ടാവ് 4 വീടുകളിൽ നിന്ന് 36 പവൻ സ്വർണവും 34,000-ലധികം രൂപയും മോഷ്ടിച്ചു. 2 വീടുകളിൽ മോഷണശ്രമം നടത്തിയ മോഷ്ടാവിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ബുധനാഴ്ച രാത്രിയോടെ രാജീവ് ഗാന്ധി കോളനി സ്വദേശികളായ സെൽവത്തിൻ്റെയും ഗോമതിയുടെയും വീട് കുത്തിത്തുറന്നതാണ് അവസാനത്തേത്. ഗോമതിയുടെ വീട് കുത്തിത്തുറന്ന് അലമാരിയിൽ നിന്നും 2000 രൂപ കവർന്നു. സെൽവത്തിന്റെ വീട് കുത്തിത്തുറന്ന് അലമാരി കുത്തിത്തുറന്ന് വലിച്ചു വാരിയിട്ടെങ്കിലും ഒന്നും മോഷ്ടിക്കാനായില്ല. நேற்றுக்கு மகன் முந்தா நேற்று சிகிச்சைக்கு போகும்போது எல்லாம் போயிட்டாங்க. வீடை பூட்டிட்டு போகும்போது நேற்றுக்கு இந்த ஏரியாவில் என் மகன் வீட்டை உடச்சி என்ன இருக்குது ஏது இருக்குன்னு பார்த்துட்டு ஒன்றும் இல்லைங்கவும் துணிகளெல்லாம் அள்ளி கீழே போட்டுட்டு போயிட்டாங்க. அதனால் இது கூடிய சீக்கிரம் போலீஸ் கண்டுபிடிக்கணும். இந்த ஏரியா முழுவதும் அப்படி தான் செஞ்சுக்கிட்டு இருக்காங்க, வீடு வீட்டுக்கு களவாண்டுக்கிட்டு. அதனால் இதை போலீஸ் பாதுகாப்பு வேணும்.
ഇക്കാനഗർ സ്വദേശി സിജിൻ തോമസിന്റെ വീടിന്റെ പിൻവാതിൽ കുത്തി തുറന്ന് മോഷണശ്രമം നടത്തി. ഇവർ കഴിഞ്ഞ ഒരാഴ്ചയായി വീട്ടിലില്ലായിരുന്നു. തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണശ്രമം നടന്നതായി കണ്ടെത്തിയത്. അകത്ത് പ്രവേശിച്ച മോഷ്ടാവ് 2 അലമാരകൾ കുത്തി തുറന്നെങ്കിലും മറ്റൊന്നും കിട്ടാത്തതിനാൽ വീട്ടിലുണ്ടായിരുന്ന കമ്പിളി പുതപ്പ് മാത്രം കവർന്ന് കടന്നുകളയുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് മൂന്നാർ പോലീസിൽ പരാതി നൽകി. മൂന്നാർ ന്യൂ കോളനിയിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ 2 വീടുകളിൽ നിന്നും 30 പവൻ സ്വർണ്ണാഭരണവും 19,000 രൂപയും കവർന്നു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ തൊട്ടടുത്ത ദിവസം ഇക്കാനഗറിൽ വൃദ്ധദമ്പതികളുടെ വീട് കുത്തി തുറന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 6 പവൻ സ്വർണ്ണാഭരണവും 13,600 രൂപയും കവർന്നു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പോലീസും നടത്തിയ പരിശോധനയിൽ ഒരേ രീതിയിലാണ് മോഷണം നടത്തിയിരിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മോഷ്ടാക്കളെക്കുറിച്ച് തുമ്പൊന്നും ലഭിക്കാതെ പോലീസ് വലയുകയാണ്. മൂന്നാർ കോളനി കേന്ദ്രീകരിച്ച് പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൂന്നാർ ടൗണും കോളനിയും കേന്ദ്രീകരിച്ച് മൂന്നാർ CI ശ്യാം ജോസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. കട്ടപ്പന നഗരസഭ കേരളോത്സവം ഈ മാസം 12, 13 തീയതികളിൽ ഗവൺമെൻറ് ട്രൈബൽ സ്കൂൾ, മുനിസിപ്പൽ സ്റ്റേഡിയം എന്നിവിടങ്ങളിലായി നടക്കും. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 11-ാം തീയതിക്ക് മുൻപായി പേരുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യുവജനങ്ങളുടെ സർഗാത്മകവും കായികവുമായ കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് കട്ടപ്പന നഗരസഭയുടെ സഹകരണത്തോടെ കേരളോത്സവം 2016 നവംബർ മാസം 12, 13 തീയതികളിൽ വിവിധ കലാകായിക മത്സരങ്ങൾ നടത്തപ്പെടുന്നത്. കലാമത്സരങ്ങളിൽ 15 വയസ്സ് തികഞ്ഞവരും 35 വയസ്സ് കഴിയാത്തവരും, കായിക മത്സരങ്ങളിൽ 15 വയസ്സ് തികഞ്ഞവരും 40 വയസ്സ് കഴിയാത്തവരുമായ നഗരസഭയുടെ പരിധിയിൽ വരുന്ന യുവജനങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമുക്കറിയാം, കായികപരമായും കലാപരമായിട്ടുള്ള യുവജനങ്ങളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഇതെല്ലാം വർഷാവർഷം നടത്തപ്പെടുന്നതാണ്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ 12, 13 തീയതികളിലാണ് നടത്തപ്പെടുന്നത്. കായിക മത്സരങ്ങൾക്ക് 15 മുതൽ 40 വരെയുള്ള പ്രായമുള്ള ആളുകൾക്കാണ് പങ്കെടുക്കാവുന്നത്. കലാമത്സരങ്ങൾക്ക് 15 മുതൽ 35 വയസ്സുള്ള പ്രായമുള്ള ആളുകൾക്കാണ് പങ്കെടുക്കാവുന്നത്. കലാമത്സരങ്ങൾ കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലും കായിക മത്സരങ്ങൾ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും വെച്ചാണ് നടത്തപ്പെടുന്നത്. പരിപാടികളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 11-ാം തീയതി വെള്ളിയാഴ്ച 5 മണിക്ക് മുമ്പായി മുനിസിപ്പാലിറ്റി ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സെബാസ്റ്റ്യൻ, കൗൺസിലർമാരായ മനോജ് തോമസ്, മനോജ് മുരളി, ലീലാമ ഗോപിനാഥ്, ബെന്നി കല്ലുപുരയിടം, റജീന തോമസ്, തങ്കമണി രവി, ജിജി സാബു, മഞ്ജു സതീഷ്, എൽസമ്മ കലയത്തിനാൽ, രാജമ്മ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. നാടകപ്രവർത്തകരുടെ കൂട്ടായ്മയായ നിഴലരങ്ങ് ഈ മാസം 6-ാം തീയതി കട്ടപ്പനയിൽ നടക്കും. നാടക സംവിധായകൻ നരിപ്പറ്റ രാജു ഉദ്ഘാടനം ചെയ്യും. സെമിനാറുകളും നാടക അവതരണവും കൂട്ടായ്മയുടെ ഭാഗമായി നടത്തും. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ നാടകപ്രവർത്തകരുടെയും എഴുത്തുകാരുടെയും കൂട്ടായ്മയായ നിഴലരങ്ങാണ് നവംബർ 6-ാം തീയതി രാവിലെ 10 മണി മുതൽ കട്ടപ്പനയിൽ നടക്കുന്നത്. നാടകവേദി നേരിടുന്ന പ്രതിസന്ധിയും വെല്ലുവിളികളും പരിഹരിക്കുന്നതിനുള്ള പ്രായോഗിക മാർഗങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നിഴലരങ്ങ് വേദിയാകും. നിഴലരങ്ങിന്റെ ഭാഗമായി വിവിധ സെമിനാറുകൾ, ഡോക്ടർ ഗോപാലകൃഷ്ണൻ അനുസ്മരണം, നാടകം എന്നീ പരിപാടികളും നടക്കുമെന്ന് ദർശന പ്രസിഡന്റ് EJ ജോസഫ് പറഞ്ഞു. നാടകവേദി നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നതിനു വേണ്ടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നാടകത്തെ നെഞ്ചേറ്റിയ നാടക പ്രണയികളുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലെ നാടക പ്രവർത്തകരുടെ കൂട്ടായ്മ ഞായറാഴ്ച കട്ടപ്പനയിൽ ദർശനയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നത്. ഇടുക്കിയിലെ ഏറ്റവും സമുന്നതനായ സാംസ്കാരിക പ്രവർത്തകനും നാടകകൃത്തും പ്രഭാഷകനുമായിരുന്ന ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റെ അനുസ്മരണാർത്ഥം അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിനുള്ള അനുസ്മരണ യോഗവും ഇതോടൊപ്പം ചേരുന്നുണ്ട്. പ്രമുഖ സംവിധായകനായ നരിപ്പറ്റ രാജു നിഴലരങ്ങ് ഉദ്ഘാടനം ചെയ്യും. തൃശൂരിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന നാടക കൂട്ടായ്മയ്ക്ക് മുന്നോടിയായാണ് മധ്യമേഖല നാടക കൂട്ടായ്മയായ നിഴലരങ്ങ് കട്ടപ്പനയിൽ സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. 62-ാം വയസ്സിലും ചുവട് പിഴയ്ക്കാത്ത കളരിഗുരുക്കൾ. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം.
അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. കെജീസ് ജ്വല്ലറി, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. കെജീസ് ജ്വല്ലറി സെലിബ്രേറ്റ് 66 years of service. അഷ്ടാംഗരത്ന വൈദ്യകലാനിധി ഡോക്ടർ KS ഗംഗാധരൻ വികസിപ്പിച്ചെടുത്ത അമൃതബിന്ദു എന്ന ആയുർവേദ ഔഷധം ഗ്യാസ് ട്രബിൾ, നെഞ്ചരിച്ചിൽ, പുളിച്ചു തികട്ടൽ, കഠിനമായ വയറുവേദന, ദഹനക്കുറവ് തുടങ്ങിയവയെ പ്രതിരോധിക്കുന്ന ഉത്തമ ആയുർവേദ ഔഷധമാണെന്ന് ജനലക്ഷങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അമൃതബിന്ദു ഒരു ശങ്കർ ഫാർമസി ഉൽപ്പന്നം. വാർത്തകൾ തുടരുന്നു. കട്ടപ്പന വെട്ടിക്കുഴി കവലയിലെ വൈദ്യുതി പോസ്റ്റ് അപകട ഭീഷണി ഉയർത്തുന്നതായി നാട്ടുകാർ. വാഹനം തട്ടി ഒടിഞ്ഞു തൂങ്ങിയ പോസ്റ്റ് ഇപ്പോൾ മറ്റൊരു പോസ്റ്റിന്റെ ബലത്തിലാണ് നിൽക്കുന്നത്. കട്ടപ്പന വെട്ടിക്കുഴി കവല സിറ്റിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ മാസങ്ങൾക്ക് മുൻപ് വാഹനമിടിച്ച് പോസ്റ്റ് ഒടിഞ്ഞ് സമീപത്തെ കടയ്ക്ക് മുകളിലേക്ക് വീഴേണ്ട സാഹചര്യമുണ്ടായതാണ്. പോസ്റ്റ് ഒടിഞ്ഞു വീണ വിവരം കട്ടപ്പന KCB അധികൃതരെ വിളിച്ചു പറഞ്ഞതിന്റെ ഫലമായി താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ മറ്റൊരു പോസ്റ്റ് ഉപയോഗിച്ച് പോസ്റ്റിന് ചാരി കൊടുത്തിരുന്നു. എന്നാൽ ചാരി പോസ്റ്റ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കാണ് ചാരി വച്ചിരിക്കുന്നത്. താൽക്കാലികമായി വച്ചിരിക്കുന്ന പോസ്റ്റ് മാറ്റി ഒടിഞ്ഞ പോസ്റ്റ് പുനർക്രമീകരണം നടത്തി തന്ന അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് സമീപത്തെ വ്യാപാരികളുടെ ആവശ്യമായി ഉന്നയിക്കുന്നത്. നിരവധി വാഹനങ്ങളും കാൽനടയാത്രക്കാരും ബസ് കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും എന്നും ഒരു അപകട ഭീഷണി തന്നെ ആണ് ഈ പോസ്റ്റ്. ചാരി പോസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെയും ആ ചാരി പോസ്റ്റ് ഉപയോഗിച്ച് തന്നെ ഒടിഞ്ഞ പോസ്റ്റിനെ മാറ്റി പുനഃസ്ഥാപിക്കുവാൻ കഴിയും. അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റിന്റെ പുനർക്രമീകരണം നടത്തണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. നേര്യമംഗലത്ത് ദേശീയപാതയിൽ നിലവിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാനുള്ള അനുമതി പരിഗണിക്കുമെന്ന് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ P. കേശവൻ പറഞ്ഞു. എന്നാൽ അനുമതി നൽകുന്നതിന് തടസ്സങ്ങളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയപാതയിൽ നടത്തിയ സന്ദർശനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയപാതയിലെ നേര്യമംഗലം വനമേഖലയിൽ ടെൻഡർ നടപടികൾ പൂർത്തിയായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ തീരുമാനമായി. ഇതിന്റെ ഭാഗമായാണ് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ P. കേശവനും സംഘവും സന്ദർശിച്ചത്. നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗങ്ങളാണ് കേശവൻ സംഘവും സന്ദർശനം നടത്തിയത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പർപ്പസുകളിൽ വിസിറ്റുണ്ട്. ഈ പറഞ്ഞ 3-4 വർക്കുകൾ എത്രമാത്രം ആവശ്യമുണ്ട്, അതിനകത്ത് ഫോറസ്റ്റിനകത്ത് എന്തുമാത്രം ഫോറസ്റ്റിനകത്തേക്ക് കടക്കുന്നുണ്ട്, അത് മാത്രമേ നോക്കാനുള്ളൂ. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി കഴിയാവുന്നത്രയും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച ശേഷം കഴിഞ്ഞ ജൂണിൽ നിർമ്മാണം ആരംഭിച്ചപ്പോൾ അനുമതി വാങ്ങിയില്ല എന്ന കാരണം പറഞ്ഞാണ് വനം വകുപ്പ് നിർമ്മാണം തടസ്സപ്പെടുത്തിയത്. തുടർന്ന് ജനപ്രതിനിധികൾ വനം, പൊതുമരാമത്ത്, ദേശീയപാത അധികൃതരുമായി ചർച്ച നടത്തിയതിനെ തുടർന്നാണ് വനം വകുപ്പ് അധികൃതർ പരിശോധന നടത്തിയത്. വണ്ടിപ്പെരിയാറ്റിൽ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന മറുനാടൻ തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. തേയിലച്ചെടികൾ ഇളകിയപ്പോൾ ഇവയ്ക്കിടയിൽ കൂടുകൂട്ടിയിരുന്ന കടന്നലുകൾ കൂട്ടത്തോടെ എത്തി ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വണ്ടിപ്പെരിയാർ അർണക്കൽ എസ്റ്റേറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളായ 6 പേർക്ക് കടന്നലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3:30യോടുകൂടി ABT കമ്പനിയുടെ അർണക്കൽ ധർമാവേലി ഡിവിഷനിൽ ജോലി ചെയ്തു വരികയായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളായ ആമീസ് സെക്, ജുവൽ ഹാഷ്, അത്ലിമ ബിഹം, ഹോളിൻ അലി, സാക്കിർ ഹുസൈൻ, അസില്ല ബിഗം എന്നിവർക്കാണ് പരിക്കേറ്റത്. എസ്റ്റേറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 100-ലധികം കടന്നലുകൾ ഒന്നിച്ചു വന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് ഇവർ പറഞ്ഞു. ഇവരെ പിന്നീട് വണ്ടിപ്പെരിയാർ പ്രാഥമിക ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. രാജാക്കാട്ട് 2 ദിവസങ്ങളിലായി നടന്നുവന്ന കർഷക സംഘം ജില്ലാ സമ്മേളനം സമാപിച്ചു. നിലവിലുള്ള ഭാരവാഹികളായ CV വർഗീസും MV ബേബിയും വീണ്ടും തുടരും. അതേസമയം സമ്മേളനത്തിൽ കരുത്ത് തെളിയിച്ചത് VS അനുകൂലികളാണ്. 2 ദിവസമായി നീണ്ടുനിന്ന സമ്മേളനത്തിനാണ് സമാപനം കുറിച്ചത്. ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങളും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും സമ്മേളനം സമഗ്രമായി ചർച്ച ചെയ്തു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി CV വർഗീസും സെക്രട്ടറിയായി MV ബേബിയും അടങ്ങുന്ന 15-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും 45-അംഗ ജില്ലാ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ അർച്ചനാപ്പടിയിൽ 100 കണക്കിന് കർഷകർ പങ്കെടുത്ത പ്രകടനം സംഘടിപ്പിച്ചു. പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് CV വർഗീസ് അധ്യക്ഷനായിരുന്നു. കേരള കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റും MLA-യുമായ MM മണി MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി NV ബേബി, VA കുഞ്ഞുമോൻ, N ശിവരാജൻ, MN ഹരിക്കുട്ടൻ, ജോർജ് മാത്യു, G വേണുഗോപാൽ, PP ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുസമ്മേളനം അവസാനിച്ചതിനു ശേഷം ഗാനമേള അടക്കമുള്ള വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. ഹൈറേഞ്ച് മേഖലയിലെ ആദ്യ പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായിരുന്നു ഉടുമ്പൻചോലയിലേത്. എന്നാൽ ഇന്നിത് കാട് കയറി ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കൊടും കുറ്റവാളികളടക്കം നിരവധി പേരെ പാർപ്പിച്ചിരുന്ന സെൽ നാശത്തിൻ്റെ വക്കിലെത്തി.
ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കെട്ടിടത്തിൻ്റെ സംരക്ഷണത്തിന് ഭരണകൂടത്തിൽ നിന്ന് യാതൊരുവിധ ഇടപെടലുകളും ഇല്ലെന്ന ആക്ഷേപം ശക്തമാവുകയാണ്. ഹൈറേഞ്ച് മേഖലയിലെ ആദ്യ പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായിരുന്നു ഉടുമ്പൻചോലയിൽ ഉണ്ടായിരുന്നത്. ഗ്യാപ് റോഡ് മുതൽ ബോഡിമെട്ട് വരെയും രാജകുമാരി, തിങ്കൾക്കാട്, മുനിയറ പ്രദേശങ്ങളും അതിർത്തി നിർണയിച്ച് പ്രവർത്തിച്ചിരുന്ന പഴയകാല ചരിത്രശേഷിപ്പ് ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. കാട്ടുമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായിരുന്ന ഇവിടെ നിക്കറും കൂർത്ത തൊപ്പിയും ധരിച്ച പോലീസുകാരുടെ പ്രതാപകാലമായിരുന്നു. പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ എത്തിപ്പെടാനുള്ള ദൂരക്കൂടുതലും പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങളും കണക്കിലെടുത്താണ് 1985 ശാന്തമ്പാറയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മിച്ചത്. കൊടും കുറ്റവാളികളടക്കം നിരവധി പേരെ പാർപ്പിച്ചിരുന്ന സെല്ല് ഇന്ന് നാശമായി കഴിഞ്ഞു. കടവാവലുകളുടെയും ഇഴജന്തുക്കളുടെയും ആവാസ കേന്ദ്രമായ ഈ കെട്ടിടത്തിന്റെ മേൽക്കൂരയും തകർന്നു കഴിഞ്ഞു. മഴവെള്ളം വീണ തറയും തകർന്നു. തണുപ്പേറെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്കും പ്രതികൾക്കും ചൂടുകൊള്ളാൻ കെട്ടിടത്തിന് മധ്യത്തിലായി വ്യത്യസ്ത വാസ്തുനിർമ്മാണ രീതിയിൽ പണി കഴിപ്പിച്ച അടുപ്പും ഇപ്പോഴും നിലനിൽക്കുന്നു. ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കെട്ടിടത്തിന്റെ സുരക്ഷയ്ക്ക് ഭരണകൂടത്തിന്റെ സംരക്ഷണം ഇല്ലെന്നതാണ് ഏറെ കൗതുകകരം. ജില്ലയിലെ KSRTC ജീവനക്കാരുടെ ശമ്പളം ഇത്തവണയും വൈകും. തുടർച്ചയായി 2ാം മാസവും ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ജീവനക്കാർ. കഴിഞ്ഞ മാസവും വിവിധ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഡിപ്പോകളിൽ സമരം നടത്തിയിരുന്നു. ജില്ലയിലെ KSRTC ജീവനക്കാരുടെ ശമ്പളം വൈകിയെത്തുന്നു എന്ന ആരോപണം ശക്തമായിരിക്കുകയാണ്. തുടർച്ചയായി 2ാം മാസവും KSRTC ജീവനക്കാർക്ക് ശമ്പളം വൈകി 31-ന് ലഭിക്കേണ്ട ശമ്പളം ഇന്നലെ വൈകിട്ടാണ് എത്തിയത്. കഴിഞ്ഞ മാസം ഒരാഴ്ച കഴിഞ്ഞാണ് ശമ്പളം വിതരണം ചെയ്തത്. കഴിഞ്ഞ മാസം 5-ാം തീയതിയായിട്ടും ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ജീവനക്കാർ പണിമുടക്കാൻ ഒരുങ്ങിയിരുന്നു. അടുത്ത മാസം മുതൽ കൃത്യമായി ശമ്പളം ലഭിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. ഇരവികുളം ദേശീയ പാർക്കിനോട് ചേർന്ന് കിടക്കുന്ന 35,000 ഏക്കർ വനഭൂമിയിൽ താമസമുറപ്പിച്ച മുതുവാന്മാരാണ് ഇന്നത്തെ ഇടമലക്കുടി നിവാസികൾ. ഇടമലയാർ ഉത്ഭവിക്കുന്ന പ്രദേശത്താണ് ഇവർ താമസമുറപ്പിച്ചത്. ഇതേ തുടർന്നാണ് നാട്ടുകാർ ഈ പ്രദേശത്തെ ഇടമലക്കുടി എന്ന് വിളിക്കാൻ തുടങ്ങിയത്. യുദ്ധക്കൊതി മൂത്ത പാണ്ടിപ്പടയെ പേടിച്ച് കുട്ടികളെ തുണിയിൽ പൊതിഞ്ഞ് മുതുകിലേറ്റി കാടും മലയും താണ്ടി നൂറ്റാണ്ടുകൾക്ക് മുൻപ് മധുരയിൽ നിന്നെത്തിയവരാണ് ഇടമലക്കുടി നിവാസികളെന്നാണ് ചരിത്രം പറയുന്നത്. ചേരപാണ്ഡ്യ യുദ്ധം കൊടുമ്പരി കൊണ്ട കാലത്ത് ഇടുക്കിയുടെ മലഞ്ചെരുവുകളിലെത്തി താമസമാക്കിയ ഗോത്രവർഗ്ഗക്കാരാണ് ഇവർ. ഇടമലക്കുടിക്കാരുടെ സംസ്കാരത്തിലെ തമിഴ് മയത്തിന് ഇപ്പോഴും മാറ്റമില്ല. മലയാളത്തേക്കാൾ തമിഴിനോട് സാമ്യമുള്ള ഭാഷയിലാണ് മുതുവാന്മാർ പരസ്പരം ആശയവിനിമയം നടത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ മുതുവാന്മാർ കുഞ്ചിത്തണി, മാങ്കളം, ആനച്ചാൽ എന്നിവിടങ്ങളിലെ കാടുകളിലാണ് ആദ്യം തമ്പടിച്ചിരുന്നത്. അരനൂറ്റാണ്ട് മുൻപ് ചെങ്കള അണക്കെട്ടിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കേണ്ടി വന്നപ്പോൾ ഇവർ മൂന്നാർ റേഞ്ചിന് കീഴിലെ റിസർവ് വനത്തിലേക്ക് കുടിയേറി. മാങ്കളത്ത് നിന്നും കുടിയേറിയ ആദ്യ സംഘത്തിൽ 7 കുടുംബങ്ങളുണ്ടായതായി പറയപ്പെടുന്നു. പിന്നീട് പല പ്രദേശങ്ങളിൽ നിന്നായി കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിച്ചു. ഇരവികുളം ദേശീയ പാർക്കിനോട് ചേർന്ന് കിടക്കുന്ന 35,000-ഓളം ഏക്കർ വനഭൂമിയിൽ അങ്ങനെയാണ് മുതുവാന്മാർ താമസമുറപ്പിച്ചത്. ഇടമലയാർ ഉത്ഭവിക്കുന്ന ഈ വനപ്രദേശത്തെ പുറനാട്ടുകാർ ഇടമലക്കുടി എന്ന് വിളിച്ചു തുടങ്ങുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. 62-ാം വയസ്സിലും കളരിത്തട്ടിൽ ചുവട് പിഴയ്ക്കാതെ കമ്പിളികണ്ടം സ്വദേശി കുഞ്ഞ് എന്ന കളരി ഗുരുക്കൾ. 3 വർഷമായി കമ്പിളികണ്ടത്തെ കളരിയുടെ നടത്തിപ്പുകാരനാണ് ഇദ്ദേഹം. പെൺകുട്ടികളാണ് ഇവിടെ കളരി പരിശീലിക്കാൻ എത്തുന്നവരിൽ ഏറെയും. കളരിപ്പയറ്റിന്റെയും വ്യായാമമുറകളുടെയും വഴിയിലൂടെ ചുവട് പിഴയ്ക്കാതെ മുന്നേറുകയാണ് കമ്പിളിക്കണ്ടം ഈട്ടിക്കുന്നിൽ കുഞ്ഞി എന്ന 62-കാരൻ. വെള്ളിലങ്കണ്ടത്തെ ഓലിക്കൽ കളരി സംഘം 12 വർഷം മുൻപ് കമ്പിളിക്കണ്ടത്ത് ആരംഭിച്ച ശാഖയിൽ OK ജഗദീഷ് ഗുരുക്കളുടെ ശിഷ്യനായി പരിശീലനം തുടങ്ങി. 3 വർഷമായി കുഞ്ഞേട്ടനാണ് കമ്പിളികണ്ടത്തെ കളരിയുടെ നടത്തിപ്പുകാരൻ. ഇവിടുത്തെ പരിശീലകനായിരുന്ന ബിനോയ് ജോസഫ് ആശാൻ വനം വകുപ്പിൽ ജോലി കിട്ടിപ്പോയതോടെ 3 വർഷമായി കുട്ടികളെ പരിശീലിപ്പിക്കുന്നതും കുഞ്ഞാണ്. തെക്കൻ മുറയും വടക്കൻ മുറയും സംയോജിപ്പിച്ചുള്ള കളരി അഭ്യാസ മുറകളാണ് ഇവിടെ ഉള്ളത്. 40ഓളം കുട്ടികൾ ഇവിടെ പരിശീലനം തേടുന്നു. ഇവരിൽ 15 പേർ പെൺകുട്ടികളാണ്. ഞങ്ങൾ കളരി പഠിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. ഈ 1 വർഷം കൊണ്ടുണ്ടായ മാറ്റം വളരെ വലുതാണ്. കളരി പഠിക്കുന്നത് മൂലം നമുക്ക് ശരീരത്തിനും മനസ്സിനും ഒരുപാട് ഉറപ്പും ബലവും ഒക്കെ കിട്ടും. വളരെ ഗുണപ്രദമായ ഒരു ആയോധന കല തന്നെയാണ് കളരി. പ്രത്യേകിച്ച് ഇക്കാലത്ത് പെൺകുട്ടികളാണ് ഇത് പഠിച്ചിരിക്കേണ്ടത്. പ്രായഭേദമന്യേ ആർക്കും പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് കളരി. ഇതിലേക്ക് കൂടുതൽ പെൺകുട്ടികൾ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വടിപ്പയറ്റും വാൾപ്പയറ്റും വിവിധ വ്യായാമമുറകളും അഭ്യസിക്കാനെത്തുന്ന കുട്ടികൾക്ക് ചുവടുവയ്ക്കാൻ ചാടിമറിയാനും പരിശീലനം നൽകുന്ന കുഞ്ഞിന്റെ നേതൃത്വത്തിലുള്ള കമ്പിളികണ്ടത്തെ കളരിയിലേക്ക് ഇടയ്ക്കൊക്കെ വെള്ളിലാങ്കണ്ടത്തു നിന്നും കളരിയാശാന്മാർ എത്താറുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാഞ്ചിയാർ സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിലെ കായികമേളയ്ക്ക് വർണ്ണാഭമായ തുടക്കം. കട്ടപ്പന ജനമൈത്രി പോലീസ് സബ് ഇൻസ്പെക്ടർ ജോയ്സ് അപ്രേം കായികമേള ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സന്ദേശം നൽകുന്ന മാർച്ച് പാസ്റ്റോടെയാണ് മേള ആരംഭിച്ചത്.
വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് സ്കൂളിലെ കായികമേള ആരംഭിച്ചത്. കട്ടപ്പന ജനമൈത്രി പോലീസ് സബ് ഇൻസ്പെക്ടർ ജോയ് സപ്രേം മേള ഉദ്ഘാടനം ചെയ്ത് സല്യൂട്ട് സ്വീകരിച്ചു. നിത്യജീവിതത്തിൽ കായികാഭ്യാസങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും നല്ല ഭാവിക്കായി വിദ്യാർത്ഥികൾ ഒരിക്കലും മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമപ്പെടരുതെന്നും അവയെ സമൂഹത്തിൽ നിന്നും എന്നേക്കുമായി മായ്ച്ചു കളയാൻ പ്രയത്നിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗത്തിൽ 2ാം സ്ഥാനം കൊച്ചി ആണ്. കൊച്ചി ആകുമ്പോൾ നമ്മൾ വളരെയധികം പേടിക്കണം. കാരണം കൊച്ചിയായിട്ട് വളരെ ബന്ധപ്പെടുന്ന നമ്മുടെ ജില്ല, നമ്മുടെ പല സഹോദരികളും അവിടെ ഉയർന്ന വിദ്യാഭ്യാസത്തിലും ഒരുപക്ഷെ ജോലിയിലും ഒക്കെ ഉണ്ടാകും. അവരും ഇതിന് ഇരയായി തീർന്നിട്ടില്ലേ എന്ന് നിങ്ങളൊരു നിമിഷം ചിന്തിക്കണം. സ്കൂൾ ചെയർമാൻ ഫാദർ ഇമ്മാനുവൽ കിഴക്കത്തലയ്ക്കൽ ദീപശിഖ തെളിച്ചുകൊണ്ടാണ് കായിക പ്രകടനങ്ങൾക്ക് ആരംഭം കുറിച്ചത്. മത്സരത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികൾ മാർച്ച് പാസ്റ്റും തുടർന്ന് മാസ് ഡ്രില്ലും അവതരിപ്പിച്ചു. കേരളപ്പിറവിയോടനുബന്ധിച്ച് വിഭാവനം ചെയ്ത 4 ഇന പദ്ധതികളായ ജീവൻ, ജലം, ഭക്ഷണം, പ്രകൃതി എന്നിവയുടെ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സന്ദേശങ്ങളായിരുന്നു മാർച്ച് പാസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ റോബിൻ തെക്കത്ത്, വൈസ് പ്രിൻസിപ്പൽ MP മിനി, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജെറിൻ മഞ്ഞാലി എന്നിവരും ചടങ്ങിൽ പ്രസംഗിച്ചു. കായികാധ്യാപിക സ്വപ്ന KJയുടെ നേതൃത്വത്തിലാണ് സ്പോർട്സ് മീറ്റ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ചിയാർ. കഞ്ഞിക്കുഴി ആൽപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗണിത സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ പ്രതിഭകൾ പ്രതിഫലിക്കുന്നതായിരുന്നു മേള. കഞ്ഞിക്കുഴി ആൽപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഗണിത സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള നടന്നു. പ്രവൃത്തി പരിചയമേളയുടെ ഉദ്ഘാടനം സ്കൂൾ PTA പ്രസിഡന്റ് കുറുവൻ മദനൻ നിർവഹിച്ചു. പരിപാടികൾക്ക് സ്കൂൾ ഹെഡ്മിസ്ട്രസ് പുഷ്പ രാജി, സിമി ചെറിയാൻ, മേനക CA തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗണിത സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ നിരവധി വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന കലാരൂപങ്ങളും ചാർട്ടുകളും പ്രാചീനകാല ആയുധങ്ങളും പല ഉപകരണങ്ങളും വിദ്യാർത്ഥികളുടെ കൊച്ചു കണ്ടുപിടുത്തങ്ങളും എക്സിബിഷന്റെ മാറ്റുകൂട്ടി. വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ കൂടുതൽ വേദി കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണെന്നും അധ്യാപകർ പറയുന്നു. എക്സിബിഷൻ നിരവധി രക്ഷിതാക്കളും പങ്കാളികളായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം പവന്റെ വില 23,120 രൂപ, ഗ്രാമിന് 2,890 രൂപ, വെള്ളി ഗ്രാമിന് 47 രൂപ. കമ്പോള വാർത്ത. സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷനിൽ നടന്ന ഏലക്കായ് ലേലത്തിൽ 41,474 കിലോ കായ് പതിഞ്ഞു. കൂടിയ വില 1,343 രൂപ, ശരാശരി വില 1,159 രൂപ. കട്ടപ്പന വിപണിയിൽ കുരുമുളക് കിലോഗ്രാമിന് 655 രൂപ, കാപ്പി 132, റബ്ബർ 104, ഗ്രാമ്പു 780, കൊക്കോ 54, ജാതി 290, ജാതിപത്രി കൂടിയ വില 900 രൂപ, കുറഞ്ഞ വില 600 രൂപ. പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും. കേരള ഹൗസിംഗ് ബോർഡ് കട്ടപ്പനയിൽ നിർമ്മിക്കുന്ന വനിതാ ഹോസ്റ്റലിന്റെ നിർമ്മാണം ഇടഞ്ഞു നീങ്ങുന്നു. പണികൾ ആരംഭിച്ചിട്ട് 3 വർഷം പിന്നിട്ടെങ്കിലും എങ്ങും എത്തിയിട്ടില്ല. കരാറുകാരൻ മുക്കാൽ പങ്കും പണം പിൻവലിച്ചതായും ആരോപണം. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് ജോയ്സ് ജോർജ് MP. ഇത് സംബന്ധിച്ച നിർദ്ദേശം കരാറുകാരന് നൽകി. 15 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും MP. ഇടുക്കി ജില്ലയിലെ CPIM CPI നേതാക്കൾ തമ്മിലുള്ള വാക്പോര് തുടരുന്നു. മണ്ടത്തരത്തിന് അവാർഡുണ്ടെങ്കിൽ അത് MM മണിക്ക് ലഭിക്കുമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ. താൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന് MM മണി MLA. ജനങ്ങൾക്ക് റേഷൻ നിഷേധിക്കുന്ന സർക്കാർ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് RSPയുടെ നേതൃത്വത്തിൽ പീരുമേട് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ തർക്കത്തെ തുടർന്നാണ് ഭക്ഷ്യസുരക്ഷാ സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയാത്തതെന്നും RSP. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.